എല്ലാവരും. അപ്പൊ ഓണമായിട്ട് ഉത്രാടപ്പാച്ചിലിന് ഇറങ്ങിയതാണ്. വണ്ടി നിറയെ ആൾക്കാര്, വണ്ടി നിറയെ. ചേട്ടാ ഒരു ഹായ് പറയൂ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത്, ഒരു ഹായ് പറയൂ. അപ്പോൾ വണ്ടിക്ക് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പരിഹരിച്ച് നമ്മുടെ നിബിനാണ് കോടി കടന്നെല്ലാം പരിഹരിച്ച. അവൻ പരിഹരിച്ചെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോയത് മെക്കാനിക് ഉണ്ടായിരുന്നു. അപ്പം ഒരു ഉത്രാടപ്പാച്ചിൽ നാളെയാണ്. ഉത്രാടപ്പാച്ചിലല്ലേ, നമ്മളിപ്പോൾ ഇന്ന് ഒരു ഉത്രാടപ്പാച്ചിലായിട്ട് കൊല്ലം ടൗണൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പം നമ്മുടെ കൊല്ലവും കാര്യങ്ങളും ഒക്കെ കണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ആരൊന്നും കുളിച്ചിട്ടില്ല. ബൈ ബൈ. അത് കംപ്ലൈന്റ് ഉണ്ട്, അത് കംപ്ലൈന്റ് അതല്ല, അതെ ഡോറ് ലോക്കാ, കംപ്ലൈന്റാ ചെറുതായിട്ട്. ഫാസിയോ അല്ലേ. അപ്പോൾ നമ്മുടെ അനിയൻ്റെ കട അതുകൊണ്ട് അവിടെ കാണാം. അനിയൻ്റെ കടയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ചേട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ അതാ ഇവിടെ പുതുതായിട്ട് കല്യാണിൻ്റെ ഒരു തുണിക്കട, മെൻസ് വെയർ അല്ലേ ജിഹാദെ, മെൻസ് വെയർ അല്ലേ, ഫാസിയോ അല്ലേ? ഏതാ? ഇല്ല കല്യാണിൻ്റെ അല്ലേ അത്, ഫാസിയോ തന്നെ കല്യാണിൻ്റെ. വണ്ടി പോട്ട്. അപ്പം ആ ഒരു ഒറ്റൊരു തുണിക്കടയുടെ അവിടുത്തെ പാർക്കിങ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വരത്തില്ല. ഇപ്പം ഇവിടെ ഈ പറയുന്ന ഇവിടെയൊന്നും നേരത്തെ ഡിവൈഡറും കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇതാണ് നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ ഫെസിയോ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ മെൻസ് വെയർ, അതേപോലെ ലേഡീസ് വെയർ എല്ലാം ഉണ്ട് കേട്ടോ. ഫുൾ അവരുടെ നമ്മുടെ അജിയോ കണക്കത്തെ ഒരു കടയാണ്. നമ്മുടെ ഈ പറയുന്ന പോലെ റിലയൻസ് ട്രെൻഡ്സ് മാതിരിയിട്ട് അവരുടെ ഒരു പുതിയ ചെറിയ ഔട്ട്ലെറ്റാണ് ഫാസിയോ. മെൻ വിമൻസ് ആൻഡ് കിഡ്സ് വെയർ ആണ് ഫാസിയോ ഷോറൂം. അപ്പോൾ ടീഷർട്ടൊക്കെ 199 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഷർട്ട് 340 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രീ പ്രൊമോഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയാണെന്നുണ്ടെങ്കിൽ ഡിവൈഡർ വെച്ച് തിരിച്ചിരിക്കുക. നേരത്തെ ഈ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. ഇതൊക്കെയല്ല നമ്മുടെ നാട്ടിൽ കച്ചവടം നടക്കുന്നതല്ലേ, വേറൊന്നുമല്ല. വേറെയുള്ള അത്യാവശ്യത്തിനൊക്കെ പോണ ആൾക്കാർക്കൊക്കെ ഒരുപാട് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാലും ഇനി അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് RK നമ്മുടെ ചിയാൻ വിക്രം ഉദ്ഘാടനം ചെയ്ത RK വെഡ്ഡിംഗ് മാളും കൂടെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് നേരെ കൊല്ലത്തെ അവസ്ഥ എന്താണെന്ന്, ഈ ഒരു ഉത്രാടപ്പാച്ചിൽ എന്താണ് കൊല്ലത്തിൻ്റെ അവസ്ഥയെന്ന് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അതുകൊണ്ട് RKയുടെ ആണ്. അതുകൊണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു ട്രാഫിക് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ ബ്ലോക്കിനുള്ള ചാൻസാണ് ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്ന. ഷോപ്പിൽ നല്ല തിരക്കാണ്, നല്ല ഊക്കം തിരക്കാണ് ഷോപ്പിൽ. അവിടുത്തെ പാർക്കിങ്ങും പര്യാപ്തമാവാതെ തന്നെ രീതിയിൽ പോകണുണ്ട്. ഭയങ്കര തിരക്കാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലെയാണെന്ന് തോന്നല്ലേ തള്ളുന്ന. എന്തൊക്കെയാലും നമ്മുടെ നാട്ടിലുള്ള ഒരു കച്ചവടമല്ലേ, നടക്കട്ടെ, നല്ലൊരു ബിസിനസ് അവർക്ക് കിട്ടട്ടെ. എന്തൊക്കെയാലും ചെയ്യാൻ വന്ന് ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഈ പറയുന്നത് പോലെ ആ ഒരു ഗുണം ഉണ്ടല്ലേ. അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നമ്മളല്ല, വണ്ടിയാണ് എല്ലാരും നോക്കുന്നത്. പിള്ളേരൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു അബദ്ധത്തിന് ഇറങ്ങിയതാ. ഇതിപ്പം മൊത്തത്തിൽ പണിയായി. കാര്യം എന്ന് പറഞ്ഞാൽ പോളയത്തോട് എത്താൻ തന്നെ ഏകദേശം ഒരു 10-20 മിനിറ്റ് കൂടുതലെടുത്ത് പോളയത്തോട്, അതായത് വെണ്ടറമുക്കുന്ന് പോളയത്തോട് വരെ 1 കിലോമീറ്റർ ദൂരം പോലും ഇല്ല. ഈ 1 കിലോമീറ്റർ ദൂരം താണ്ടാനാ ഒരു 10-25 മിനിറ്റ് കൂടുതലെടുത്ത. അപ്പം നമ്മുടെ ഓണ വിപണിയൊക്കെ സജീവമായിട്ടുണ്ട്. നല്ല പൂക്കൾ, അതേപോലെ തന്നെ പടക്കങ്ങൾ, അതേപോലെ ഫ്രൂട്ട്സ്, ഇതെല്ലാം വഴിയോര കച്ചവടങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അവിടെയൊന്നും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പുറത്തെ സൈഡിലാണ് ഒരുപാട് സ്ഥാപനങ്ങളുള്ള. പൂക്കളൊക്കെ ഇപ്പം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളൊക്കെ എല്ലാവർക്കും സെയിലുണ്ട്. ഇപ്പം നേരത്തെ പോലെ തന്നെ ഈ പറയുന്നത് പോലെ പടക്കമൊക്കെ വിൽക്കുന്നത് പോലെ തന്നെ പൂവൊക്കെ കൊണ്ടിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തം 10-ന് 10 ദിവസം ഈ പറയുന്ന പോലെ പൂക്കളം ഇടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പോളയത്തോട്ടിൽ എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ നല്ല ഒരു റഷിൽ തന്നെയാണ് പോണത്. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കപ്പലണ്ടി മുക്ക് ജംഗ്ഷൻ കഴിയുമ്പോഴത്തേക്ക് എത്ര സമയമാവും എന്നറിയാം. വെറുതെ ചുമ്മാ ഒന്ന് ഉത്രാടപ്പാച്ചിലായിട്ടൊന്ന് കൊല്ലമൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചാൽ. ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് കറങ്ങാം. നീ അത് തുറന്നിട്ടാടാ, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ടോ റോട്ടിൽ കൂടെ തന്നെ ട്രെയിൻ പോകണുണ്ടോ. നമ്മുടെ കൊല്ലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ ചില സമയത്ത് വൈകിട്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കോള ജംഗ്ഷനിൽ ട്രെയിനും ബസ്സും ഒക്കെ ഒരുമിച്ച് നിർത്തിയിടുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അടഞ്ഞാ അപ്പോൾ എന്താ ട്രെയിൻ പോകുന്നുണ്ട്. ഏത് വണ്ടിയാണ്? നാഗർകോവിൽ ഷാലിമാർ എക്സ്പ്രസ് ആണ് പോണത്. അപ്പോൾ ഇത് നേരത്തെ ഇവിടെ മതിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ മതിലൊക്കെ കെട്ടി റെയിൽവേ അത് കെട്ടി മൂടിയിരിക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒന്നും ഒരു രീതിയിലുള്ള ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഏരിയയിൽ ഒരു രീതിയിലുള്ള ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല.
അപ്പം ഇനി ഞാൻ പറയുന്നില്ല, എത്രയും പെട്ടെന്ന് അത് ശ്രദ്ധിക്കാം. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അവിടെ ഇനിയിപ്പോൾ ആ വഴി അല്ലേ ഇവിടെ പോകാൻ പറ്റത്തില്ല. ഇനി പോകുമ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറാണ് 1 കിലോമീറ്റർ വരാൻ വേണ്ടിയിട്ട് അരമണിക്കൂറാണ് എടുത്തത്. ആണ്ട് ഇവിടെ ഒരുത്തെന്താ വണ്ടിക്കകത്ത് പാവം കുഞ്ഞ് ഉറങ്ങിപ്പോയി. ഹേയ് ബിലാൽ ഉറങ്ങിപ്പോയി. ബ്ലോക്ക് കാരണം നമ്മുടെ ബിലാൽ ഉറങ്ങിപ്പോയി. നിങ്ങളത് പരിചയപ്പെടുത്തിക്കോ. നിന്റെ പേരെന്തോ? നിന്റെ പേരെന്തോ ഡേ? അവനാണ് ബിലാൽ ജോൺ കുരിശിങ്കൽ, ബിലാൽ ജോൺ ജിഹാദ്. നിന്റെ പേരെന്തോടാ? ഓ, നിന്നെ ആർക്കറിയാ? നീ അവിടെ ഇരി, ഗിയറൊന്നും ചവിട്ടിയൊന്നും ഓടിച്ചോളയല്ലേ. അപ്പൊ നമ്മുടെ മേൽപ്പാലം എന്തൊക്കെയാലും തുറന്നിട്ടുണ്ട്. നമ്മുടെ കൊല്ലം പിന്നെ നമ്മുടെ കന്റോൺമെന്റിലോട്ട് പോണ അവിടെ നിന്നുള്ള പീരങ്കി മൈതാനത്തിന്റെ അവിടെ നിന്നുള്ള മേൽപ്പാലം അറ്റകുറ്റപ്പണികൾ തുടങ്ങിയാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ അവർ ടാർ ചെയ്തിട്ടുണ്ട്. ഇത് ഒരിക്കലും ഇളകി പോകാത്ത രീതിയിൽ ടാർ ചെയ്തുകൂടെ? ഇതും ഈ പറയുന്ന ടാറിന്റെ ക്വാളിറ്റി വെച്ചിട്ട് അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതല്ലെന്ന് തോന്നുന്നു. അടുത്ത ഓണത്തിനും അടയ്ക്കേണ്ടി വരുമെന്നാണ് തോന്നുന്ന. ചില റോഡുകളുടെയൊക്കെ ഉണ്ടല്ലോ, ചില റോഡുകളുടെയൊക്കെ ടാറിങ്ങും അത് എത്രയോ 10-30 കൊല്ലമായിട്ട് ഇളവാത്ത റോഡുകൾ പലതും ഉണ്ട്. കാരണം വേളം വെക്കാടാ, പല റോഡുകളുണ്ട്. 10-30 കൊല്ലമായിട്ട് ഇളവാത്ത ഒരുപാട് റോഡുകൾ തന്നെ നമ്മുടെ ഈ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എത്രയോ പ്രാവശ്യം ഇത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പാലം അടച്ചിട്ടുണ്ട്. നമ്മുടെ കൊല്ലത്ത് പണ്ട് കെട്ടിയതാണ്. കൊല്ലം ക്ലോക്ക് ടവറിൻ്റെ അവിടെയുള്ള മെയിനായിട്ടുള്ള നമ്മുടെ പാലം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയാണ്. ഇതുവരെയ്ക്ക് എൻ്റെ ഓർമ്മയിൽ അതൊരു മെയിൻ്റനൻസിന് വേണ്ടി അടച്ച ഒരു ഓർമ്മ പോലും ഇല്ല. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വർക്കിനകത്തുള്ള കള്ളത്തരം തന്നെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇനി ഒന്ന് ബീച്ചിലോട്ടൊന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഇനി ബീച്ചിൽ പോയിട്ട് അവിടെ എന്താ തിരക്ക് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ചുമ്മാ ഒരു ഉത്രാടപ്പാച്ചിൽ ഒരു രസത്തിന് വേണ്ടി ജസ്റ്റ് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പറയുന്നുണ്ട് നമ്മൾ ഈ പറയുന്നത് പോലെ വീഡിയോ എപ്പോഴും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നെന്ന്. അപ്പോൾ വേറൊന്നുമല്ല, അറിയാമല്ലോ നമുക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഏകദേശം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ട്രിപ്പും കാര്യങ്ങളും എല്ലാം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നേരെ നമ്മുടെ ഇപ്പം കൊച്ചുവിലാമൂട് എത്താറായി. നമുക്ക് ബീച്ചിൽ പോയിട്ട് ആ ബീച്ചിൻ്റെ വിഷ്വൽസൊക്കെ കാണിച്ചിട്ട് മതിയടേ ഏത് സമയം എന്തുവാടേ. ഓ, അപ്പോൾ നമ്മുടെ ആ ബീച്ചിലോട്ട് എൻട്രൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോ നമ്മുടെ അവിടെ കാണുന്നതാണ് നമ്മുടെ കൊയിലോൺ ബീച്ച് ഹോട്ടൽ. നമ്മുടെ ഇവിടെ കൊല്ലത്തുള്ളൊരു 5 സ്റ്റാർ പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം. എന്തായാലും 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണത്. പിന്നെ നമ്മുടെ റാവീസ് ഉണ്ട്. അപ്പോൾ ബീച്ചിലൊന്നും പൊതുവേ ഒന്നും ആളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, വലിയ തിരക്കൊന്നും ബീച്ചിലില്ല. അപ്പോൾ കൊല്ലത്ത് ജംബോ സർക്കസും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആശ്രാമം മൈതാനത്ത് 30/8/2024 മുതൽ തുടങ്ങി ദിവസേന 3 കളികൾ. ദിവസേന 3 കളികളാണുള്ളത്. 1 മണി 4 മണി അല്ല 1 മണി 7 മണി അല്ല 1 മണി 4 മണി 7 മണി ഇല്ലേ? അങ്ങനെയല്ലേ ടൈമിങ്? നിനക്കറിയത്തില്ല അല്ലേ? അല്ലേടേ 1 മണി 4 മണി 7 മണിയല്ലേ? 3 കളികളാണുള്ളത്. അപ്പോൾ ബീച്ചിലൊന്നും വലുതായിട്ട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇനിയിപ്പം തിരിച്ച് പോളയത്തോട് വഴി പോണത് ഭയങ്കര വലിയൊരു പ്രശ്നമാവും. അപ്പം ബീച്ച് കറങ്ങിയിട്ടങ്ങ് പോവാം. അപ്പം എന്താ ഇവിടെ പിന്നെ ദേവ് സ്നാക്സിൻ്റെ ഭയങ്കര വലിയൊരു പിന്നെ ഓണമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്ട് ഒരു ഭയങ്കര വലിയ കൗണ്ടറും കാര്യങ്ങളും സെയിൽസും ഒക്കെ വന്നിട്ടുണ്ട്. ദേവ് സ്നാക്സിൻ്റെ ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ കൊല്ലത്തുള്ള തന്നെ ഒരു സ്ഥാപനമാണ് ദേവ് സ്നാക്സ്. അവർ ഫുള്ള് ഇവിടെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബീച്ചിൽ ഫുള്ള് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ പുതിയൊരു ഐസ്ക്രീം ഇറങ്ങിയിട്ടുണ്ട്. ഇനി മധുരം മനസ്സിൽ നിറയട്ടെ എന്നാണ് അവരുടെ ക്യാപ്ഷൻ. അപ്പം ഈ പറയുന്നത് പോലെ പാർക്കെല്ലാം തുറന്നിട്ടുണ്ട്. എന്തൊക്കെയായാലും ഈ ഉത്സവകാലം എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകാർക്കായാലും എല്ലാവർക്കും, എനിക്കൊഴിച്ച് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു അവസ്ഥയിലായി പോയി. അപ്പോൾ എല്ലാവർക്കും അപ്പം നമ്മുടെ നേരെ നമ്മളെ ഫുഡ് ട്രക്കിൻ്റെ അടുത്തോട്ട് വിടാം. നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള നമ്മളെ പെപ്പെ പോപ്സ് നമ്മുടെ ഫുഡ് ട്രക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ കൊല്ലത്തെ ഫേമസ് ആയിട്ടുള്ള, അതായത് ഒരു ഹാപ്പനിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാതെ നമ്മുടെ ഒരു ഹാപ്പനിങ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്തുള്ള ഒരു ബീച്ച്, അതേപോലെ തന്നെ അഡ്വഞ്ചർ പാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഇപ്പോൾ എന്താണ്ട് അകത്ത് ഷോയോ കാര്യങ്ങളോ എല്ലാം നടക്കുന്നുണ്ട്. അത് കെട്ടി ഉറച്ചിരിക്കുന്നു. ഇപ്പോൾ എൻട്രൻസിലെന്ന് തോന്നുന്നു. അപ്പോൾ അതാ നമ്മുടെ മത്സ്യകന്യക അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള പെപ്പി പോപ്സ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ പെപ്പി പോപ്സ്. വല്ലതും വേണോടാ? അല്ല വാങ്ങിയിട്ട് കൊടുക്കണോ ഇവിടെ മാർക്ക്? അതാണ്ട് അപ്പോൾ നമ്മുടെ പെപ്പി പോപ്സ് അങ്ങോട്ട് എടുത്ത്, ആ വണ്ടിയുടെ അങ്ങോട്ട് എടുത്ത്. മലയാളി ഇല്ലേ? എന്താണ്ട് പിള്ളേർക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന? ഫ്രൈ ആക്കണോ? വല്ലതും വേണോ? വണ്ടി ഓഫ് ചെയ്യും. ചേട്ടാ എന്തൊക്കെയാ ഉള്ളത്? റെഡി ആയിക്കൊണ്ടിരിക്കുവാണോ?
നോക്കട്ടെ അതൊന്ന് കാണിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് ഇവരെ എക്യുപ്മെന്റ്സ്. ഓ അത് ഇതിന് മൊലാലി അടുത്ത് ചോദിച്ചാൽ മതി. മൊലാലിയുടെ ഫസ്റ്റ് വീഡിയോ ഞങ്ങളാണ് പോയി എടുക്കുന്നത് തങ്കശ്ശേരിയിൽ. വീടല്ല മോനെ. ഉണ്ടാക്കുന്ന ഒരു ജസ്റ്റ് ഒരു വീടല്ല, വീട് പോലെ. ഇതേതാ, ഫ്രൈഡ് ആണോ സ്റ്റീംഡാ? ഇത് ഫ്രൈഡ് ആണല്ലേ. അപ്പോൾ ഫ്രൈഡ് മോമോസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോനെയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു വൈറ്റ് ചെയ്തിട്ട് ഉമ്മാർക്കാൻ കൊടുക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നമ്മുടെ പെപ്പി പോപ്സിൻ്റെ നമ്മൾ പോപ്സ്റ്റിക്കിൾസേ കഴിച്ചിട്ടുള്ളൂ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പെപ്സി പോപ്സിൻ്റെ നമ്മുടെ ഫ്രൈഡ് മോമോസ് ആണ്. നല്ല ചൂടുണ്ട്. കേട്ടില്ല, മസ്റ്റ് ട്രൈ. സൂപ്പർ. അവിടെ കൊണ്ടുവച്ചിരുന്നു കഴിയും, അടികൂടാതെ കഴിയും. ഇപ്പം എല്ലാ സിനിമ കാണുന്ന പോലെ പട്ടി വരയ്ക്കുന്ന ഒരു കൊരയും ബഹളവും മാത്രമേ കാണത്തുള്ളൂ. അമ്മാര് കഴിക്കുന്ന ഇഷ്ടം. നല്ല ടേസ്റ്റ്. കൊള്ളാവോ? കൊള്ളത്തില്ലേ? ഇത് ഫ്രൈഡ് ആണോ? സ്റ്റീംഡ് അല്ലേ? ഓക്കെ. ഇത് നമ്മുടെ സ്റ്റീംഡ് ആണ്. ഷെഷ്വാൻ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വാനരക്കൂട്ടങ്ങൾക്ക് കൊടുക്കാം. വാനരക്കൂട്ടങ്ങളെ കൊണ്ട് ഇത്രയും പ്രശ്നമില്ല, അവർ വലിയ പ്രശ്നമുള്ള ആൾക്കാരല്ല. വാനരക്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കിഷ്കിന്ധ എന്ന് പറയുന്നത്. കിഷ്കിന്ധ എന്താണ് പറഞ്ഞ കാര്യം? കിഷ്കിന്ധ കാണ്ഡം, നമ്മുടെ ആസിഫ് അലിയുടെ അടിപൊളി പടം എന്ന് പറയുന്നത്, ദൃശ്യങ്ങൾക്ക് ശേഷമുള്ള കിടിലം പടം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീംഡ് മോമോസ് വിത്ത് ഏതാ സോസാ? ഷെഷ്വാൻ സോസാണ്. ഷെഷ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ ആ സെയിം സോസ് തന്നെ അല്ലേ? ഗോവിന്ദനെ പറഞ്ഞാൽ അത് അൻഷാക്ക് വന്നു അറിയാം. ഇനി കൊണ്ടുവയ്ക്കോ. സൂപ്പർ. എല്ലാവരും കൂടെ തീർന്നതിന് മുമ്പ് ബിലാലെ നിനക്ക് കിട്ടിയില്ലേ? ബിലാലിന് കിട്ടിയില്ലേ? എന്നാ തിന്നിട്ട് റിവ്യൂ പറ. എങ്ങനെയുണ്ട് പറ. ഇങ്ങോട്ട് വാടാ. റിവ്യൂ എങ്ങനെയുണ്ട്? സൂപ്പറാ. ഓ ഇവിടെ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ മോമോസ് കണ്ടിട്ടില്ലാത്ത പോലെ തിന്നത്. അവന് കുറച്ച് കൊടുക്കും, അവന്റെ വായിൽ വെച്ച് കൊടുക്കും. നീ കഴിച്ചോ? ആഹാ, അപ്പൊ നീയാണോ മൊത്തം തിന്ന് നിർത്താ? കൊള്ളാല്ലേ?
നിവിനെ ഒന്നും വേണോ? വേണ്ടടാ, നിനക്കൊന്നും വേണ്ടേ? നമ്മക്ക് തിന്നാൻ പോലും ഇല്ല. ഇവിടെ നിന്ന് നിർത്തി കഴിഞ്ഞ ഉമ്മാര് എന്നെ മൊത്തം ഒന്ന് നീ പറ, റിവ്യൂ എങ്ങനെയുണ്ട്? കൊള്ളാം, എങ്ങനെയുണ്ട്? ആഹാ, എല്ലാരും വാങ്ങിച്ചു തിന്നാണോ അല്ലേ? ആ, അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്. അതൊന്ന് ഞാനൊന്ന് എന്നാടെ ജിഹാദ്. ആ, അത് നമ്മുടെ ചേട്ടന് കൊടുക്കാം. ചേട്ടൻ റിവ്യൂ പറയാം. ഇങ്ങോട്ട് അടുത്തോട്ട് പോകട്ടെ. അപ്പം ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് ലോഡഡ് ഫ്രൈസ് അല്ലേ? ലോഡഡ് ഫ്രൈസ് ആണ്. നമ്മുടെ ഈ പറയുന്നത് പോലെ ടൊമാറ്റോ സോസും മയണൈസും അല്ലേ? ഓക്കെ, ചിക്കൻ ഉണ്ടോ അതിനകത്ത്? ഓ, ലോഡഡ് ഫ്രൈസ് ആണ്, വിത്ത് ചിക്കനും ഉണ്ട്. ചിക്കൻ, ലോഡഡ് ഫ്രൈസ്, മയണൈസ്, അതേപോലെ തന്നെ ടൊമാറ്റോ സോസ്. ആണ്ടെ, ഇത് നമ്മുടെ ഓണമായിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. എല്ലാം അടിപൊളി തന്നെയാണ്. സൂപ്പറായിട്ടുണ്ട് മൊത്തത്തിൽ. അവിടെ കൊണ്ട് എന്നെ മുന്നിൽ നോക്കല്ലോ, എല്ലാം ഹാൻഡ് ഓവർ ചെയ്ത് വിടുക. ഇവിടെയാണോ ഇടുന്നത്? ആ ബാസ്ക്കറ്റ് എടുത്തിടണം. കഴിക്കട്ടെ, ബാസ്ക്കറ്റ് എടുത്തിട്ടോളണം മര്യാദ. അൻഷാദിക്ക് 5 പിള്ളേരില്ലേ? അയ്യോ, ഇവന്മാരെ കൊണ്ട് മേയ്ക്കുന്ന കാര്യം വലിയ പാടാ. കാരണമല്ല, ഈ കട മൊത്തത്തിൽ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർക്ക് മുടുക്കത്തില്ല. അതുകൊണ്ട് കൊണ്ടുപോവുക പെട്ടെന്ന്. കട്ടേടാ തീറ്റയാണോ? ഓടി വന്നില്ല. ഓ, സ്റ്റാർട്ടായി. ബാറ്ററിയുടെ ഇതുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ. പെപ്പി പോപ്സിനോട് ഇവിടെ പറയാണ്. ഉമ്മാരെയും കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയില്ല. ചക്കക്കൂട്ടം കണ്ട ആക്രാന്തം കണ്ട പിടിച്ച അഴുക്ക പിള്ളേരെ പോലെ നാണം കരുത് നമ്മളെവിടെ ചെന്ന് കഴിഞ്ഞാലും. അപ്പോൾ ഓക്കെ, ബൈ. ശരിക്കും എന്താണ് ചെയ്യാതെ പറയുന്നത്? ചക്കക്കൂട്ടം കണ്ട പിള്ളേരെ പോലെ വാളി പിള്ളേർ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഉത്രാടപ്പാച്ചിൽ ഇവിടെ തരുകയാണ്. അപ്പം നമ്മുടെ പൂർവാധികം ശക്തിയോടെ അടിപൊളി വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അടിപൊളി ഒരു ഓണം വിശ്വസ്. ഒരു ഓണം വിശ്വസ് പറയണേ എല്ലാവരും കൂടെ. ഹലോടോ, ഹാപ്പി ഓണം. ഓക്കെ, മതി, ഇഷ്ടപ്പെട്ടു.